എന്നും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അടുക്കള ക്ലീനാക്കി പോയി കിടക്കുന്ന ആളെ ഇന്നലെ ചെയ്തില്ല. ഇന്നലെ വയ്യായിരുന്നു, ഇന്നലെ ചെയ്തില്ല. കാരണം രാവിലെ തന്നെ കിച്ചൺ ക്ലീനിങ് ആണ്. സത്യം അത് കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ രാവിലെ എനിക്കിപ്പോൾ ഒരു ഹാപ്പിനെസ് ആയിട്ട് അടുക്കള കാണുമ്പോൾ. ഇങ്ങനെയാകുമ്പോൾ അപ്പോൾ നമുക്കൊരു ചെറിയ വയ്യായികൊക്കെ തോന്നുമ്പോൾ ഒരു മടി പിടിച്ചിട്ടാണ്. മടിയല്ല സത്യമാണ്. ഓരോ ദിവസവും നമ്മൾ ഉന്തി തള്ളി പോവുകയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്നലെ കുറേ നേരം എൻ്റെ അമ്മയുടെ അടുത്ത് പോയിരുന്നു. അതുണ്ടായത് രാത്രി. അല്ലെങ്കിൽ നമ്മുടെ കാര്യം കൃത്യനിഷ്ഠയിൽ ഇങ്ങനെ കഴിഞ്ഞു പോണതാണ്. പക്ഷെ ഇന്നലെ കുറച്ച് നേരം അവിടെ പോയിരുന്നപ്പോൾ നമ്മുടെ പണികളൊക്കെ പെൻഡിങ്ങിൽ വന്നു. അപ്പം എന്നും തുടച്ചാലും പൊടികൾ ഭയങ്കര കൈകളിലെങ്ങനെ പൊടി നല്ലോണം വരും. പൊറോട്ടക്കള ക്ലീനായി. ഇനി പണിയോട് തോന്നുന്നു. ഉണ്ണോൾക്ക് ഇന്നലെ ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് രാവിലെ ട്യൂഷൻ എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ ട്യൂഷൻ കൊണ്ടാക്കാൻ പോകും. അങ്ങനെ നമ്മളിത് ഈ അടുക്കള ക്ലീനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണിച്ചിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ അടുക്കള ക്ലീനിങ്. ഇന്നലെ ചെയ്യാണ്ട് കിടന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ എണിച്ചിട്ട് തന്നെ അടുക്കളയിൽ ക്ലീൻ ചെയ്യാൻ കുറച്ച് പാത്രം മോറാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആകുമ്പോൾ തീരെ വയ്യായിരുന്നു, അതുകൊണ്ട് പോയി കിടന്ന കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടി എളുപ്പമുള്ള പരിപാടി കേട്ടോ. കുണിക്കുകയും ദോശയും ചിക്കൻ കറി മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ചിക്കൻ പിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞില്ലേ 2-2 കിലോ ചിക്കൻ പിടിച്ചാൽ ഞങ്ങൾക്ക് ഒരു 3-4-5 പ്രാവശ്യം വെക്കാനുള്ളതുണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടുകളിലും വേണ്ട ഒരു സാധനമാണ് കേട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അഗാരോൻ്റെ ഗാലക്സി ടയർ ഇൻഫ്ലാക്ടറിൻ്റെ ഇത് 150 PSI ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാറിൻ്റെ, സ്കൂട്ടറിൻ്റെ, സൈക്കിളിൻ്റെ, പിന്നെ ബോർഡും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ കാറ്റ് നിറയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ ഇത് ഒരു ഉപകാരമല്ല, അതുകൊണ്ട് 3 ഉപകാരങ്ങളാണ് കേട്ടോ. ഒന്ന് നമുക്കിത് കണ്ട LED ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കട്ടെ. കണ്ടത് ഓണാക്കട്ടെ. കണ്ട നമുക്കിത് കാറിലുണ്ട്. നമ്മൾ ഈ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ നമുക്കിത് കാറിലുണ്ടെങ്കിൽ 3 ഉപകാരങ്ങളാണ് ഇതുകൊണ്ടുള്ളത്. കണ്ട ലൈറ്റ് കണ്ട കണ്ട 3 തരത്തിൽ കണ്ട LED കത്തോട്ട് കണ്ട കണ്ട. അപ്പോൾ ഇതൊരു ഉപകാരം. ഇതാണ് നമ്മൾ കാറിന് കാറ്റടിക്കുന്നത്. അതിൻ്റെ ശബ്ദം കേട്ടു ഞാനൊന്ന് ഞെട്ടി. പിന്നെ ഇതിൽ നമുക്ക് ഫോൺ പവർ ബാഗായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യമൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതൊരു അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഒന്ന് കണ്ടു വയ്ക്കും കേട്ടോ. നമ്മുടെ കാറിൽ എയർ അടിക്കുന്നത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എയർ അടിക്കാനുള്ള പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എയർ അടിക്കുന്നതിൻ്റെ ട്യൂബ്, ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്യൂബ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഘടിപ്പിക്കണം കേട്ടോ. കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിപ്പിക്കുക കേട്ടോ. തിരിപ്പിച്ച് നല്ല ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റബ്ബറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ടൈറ്റ് ആവും കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഇവിടെ സ്ക്രീനുണ്ട് കേട്ടോ. സ്ക്രീനിൽ നിന്ന് കാണാനില്ലേ, ആ സ്ക്രീനിൻ്റെ അവിടെ അടിയിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 ബട്ടൺസ് ഉണ്ട്. അതിൽ ജസ്റ്റ് അമർത്തിയിട്ട് ഓണാക്കാം കേട്ടോ. കണ്ടോ ഓണായി. അപ്പോൾ ഇതേ PSIയുടെ കൊടുത്തിട്ടുണ്ട്. അതായത് കാറിൻ്റെ പ്രഷർ കൊടുക്കുന്നത് കേട്ടോ. എത്ര പ്രഷറിലാണ് നമുക്ക് എയർ അടിക്കണേ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ പ്രഷർ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറക്കാം കേട്ടോ. ഫ്രണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ ദേ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും കേട്ടോ. ആ സ്റ്റിക്കറിൽ നമ്മുടെ ടയറിൻ്റെ പ്രഷർ കാണിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എത്ര വരുന്നത്? 29 ആണ് കേട്ടോ. ബാക്ക് ടയറും 29, ഫ്രണ്ട് ടയറും 29 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 29 ആണ് കേട്ടോ പ്രഷർ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇതിലേക്ക് എയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 29 ആണ് പ്രഷർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷനുകളും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണ് കാണാൻ തന്നെ നമ്മൾ അതിൽ LED ലൈറ്റ് കൂടി കത്തിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പ്രഷർ എത്രയാണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളതിൽ കറക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് അതിൻ്റെ പ്രഷർ കണക്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്കിതൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, അൺബോക്സ് ചെയ്തത് നമ്മൾ മേടിച്ച പ്രൊഡക്റ്റ് അഗാരോയുടെ ഗാലക്സി ടയർ ഇൻഫ്ലക്ടറാണ് കേട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരമല്ല, 3 ഉപകാരങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കിത് നോക്കിയല്ലോ. ആദ്യം നമുക്കിത് പൊളിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യം
ഇതിൻ്റെ ഉള്ളിലുള്ള ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതാണ് ആ ഒരു മെഷീൻ വരുന്നത്. ഇത് വേണ്ട പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇതിൻ്റെ കോട്ടിങ് വരുന്നത്. അപ്പോൾ ഇത് താഴത്ത് വീഴാണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സ്ക്രീനിലുള്ള ഒരു കവർ വേണ്ട, അത് നമ്മളിങ്ങനെ എടുത്ത് മാറ്റിയിട്ടാണ്. പിന്നെ ആ സ്ക്രീനിൻ്റെ താഴെ നമുക്കൊരു 5 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ 2 ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ചാർജ് ചെയ്യാനും എയർ ബാഗായിട്ട് യൂസ് ചെയ്യാനുള്ള ഹോളുകളും ഇപ്പുറത്തുണ്ട് കേട്ടോ. ചാർജ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ബോക്സ് എടുത്താലോ. അപ്പോൾ അടുത്ത ബോക്സ് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കവർ കേട്ടോ. ആ ചെറിയ കവറിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു കുട്ടി സഞ്ചി, കുട്ടി ബാഗ് എന്ന് പറയാം കേട്ടോ. ഒരു വെൽവെറ്റ് മെറ്റീരിയലാണ് വരുന്നത്. അകാരോ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു അട്രാക്ഷനുള്ള ഒരു സഞ്ചിയായിട്ട് ഒരു ബാഗായിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുനടക്കാൻ പറ്റിയതാണ് കേട്ടോ. ആ നൂറ് ജസ്റ്റ് ഇങ്ങനെ അടിച്ചാൽ അത് ടൈറ്റ് ആവട്ടെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഴില്ല കേട്ടോ. അപ്പോൾ ഒരു അടിപൊളിയല്ലേ, കാണാനും നല്ല ലുക്കുണ്ട്, കൊണ്ടു നടക്കാനും ഭംഗിയുണ്ടല്ലേ. പിന്നെ ഇനി അടുത്തത് എന്താണുള്ളത്, ഈ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഇത് നോക്കാണ്ടാണ് ഇത് യൂസ് ചെയ്ത്. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നമ്മളിതൊന്നും നോക്കാണ്ട് നമുക്കത് കണ്ടപ്പോൾ തന്നെ നമുക്കിത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് സ്വന്തമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് നമുക്കിതിൽ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇനി അടുത്തതുള്ളത് ഒരു ചാർജറിൻ്റെ കേബിളാണ് കേട്ടോ. കണ്ട ഒരു കുഞ്ഞ കേബിളാണ് കേട്ടോ. നമുക്ക് ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വലിയ കേബിളൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറിലൊക്കെ ചാർജ് ചെയ്യാൻ വെക്കാനും ഒക്കെ ഭയങ്കര. അപ്പോൾ ഇത് കണ്ട കുഞ്ഞൊരു നമുക്ക് ഈ കൊണ്ടുനടന്ന് യൂസ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ വരുന്നത് എയർ ട്യൂബ് കേബിളാണ് കേട്ടോ ആ വെച്ചത്. പിന്നെ നമുക്ക് കാറിലും സൈക്കിളിലും ബൈക്കുകളിലും ഒക്കെ നമുക്ക് എയർ അടിക്കാനുള്ള പിന്നുകളും കാര്യങ്ങളില്ലേ, അതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ കണ്ട ഒരു 3-4 തരം പിന്നുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൽ ബോള്, കാറ്, ബൈക്ക്, സൈക്കിള് ഇതൊക്കെ എയർ അടിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറേ പിന്നുകളും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കിയാലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മളെ എയർ ട്യൂബ് കേബിൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതാണ് നോക്കണേട്ടോ. കണ്ട ഈ ഒരു ഹോളിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. കണ്ട വളരെ എളുപ്പമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണ കാരണം നമുക്ക് ഇതിനെ പതുക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ക്യാമറ കോണക്ട് ചെയ്യുമ്പോൾ ഒരു തപ്പലാണ് കേട്ടോ. പിന്നെ കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കേട്ടോ ഇങ്ങനെ ഒരു ലോക്ക് ഇടാനുണ്ട് കേട്ടോ. ആ ലോക്ക് ചെയ്ത് നമുക്കിത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അടക്കാം കേട്ടോ. കണ്ട എളുപ്പമാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വലിച്ചാലൊന്നും പോയില്ല, അതൊരു ലോക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ബലൂൺ വീർപ്പിച്ച് വയ്ക്കല്ലോ ഇതിൽ എയർ. എല്ലാവർക്കും ഇതിൽ കാറ്റ് കയറുമോ എന്നുള്ളൊരു സംശയം കാര്യമുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബലൂണിൽ എയർ അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ ബലൂണിൻ്റെ ഒരു ഹോളിൽ അത് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ കാറിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നുണ്ട് കേട്ടോ. അത് ഘടിപ്പിച്ചിട്ട് വേണം നമ്മൾ കാറിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ഓണാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഓരോ മൂഡ് വരും കേട്ടോ. അതായത് കാറിൻ്റെ, ബൈക്കിൻ്റെ, സൈക്കിളിൻ്റെ, ബോളിൻ്റെ, അങ്ങനെ ഓരോ മൂഡ് വരും. അതിനനുസരിച്ച് നമ്മൾ ഏതിലാണെന്ന് വെച്ചാൽ അതിന് കൊടുക്കുക. അതിൽ ഓപ്ഷനുകളുണ്ട്. വേണ്ട ഓപ്ഷനിൽ അമർത്തി പിന്നെ നമുക്കത് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിടിച്ചത് ശരിയാകാൻ ജസ്റ്റ് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ പുറത്ത് പോയിരുന്നു. അപ്പോൾ ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് പിടിച്ചപ്പോൾ അത് കണ്ട എന്തൊരു സുഖത്തിലാണ് നോക്കി. നമുക്ക് ഒരു ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീർപ്പിച്ച് ക്ഷീണിക്കും. കാരണം ഇത് എത്ര എളുപ്പത്തിലാണെന്ന് പറയും. അപ്പോൾ നമുക്കിത് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഒരു ഓപ്ഷനും അവിടെ ഉണ്ട് കേട്ടോ. ഒരു ബട്ടൺ പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കണ്ട അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് വീർപ്പിച്ച് കിട്ടിയതില്ല കണ്ട. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് നമുക്ക് കാറിനായാലും സൈക്കിളിനായാലും ഒക്കെ എയർ അടിക്കാൻ പറ്റും. നമ്മളൊരു യാത്ര പോകാൻ നിൽക്കുമ്പോഴാവും ചിലത്ത് കാറിലൊന്നും എയറില്ലാണ്ട് ഞങ്ങൾക്ക് പല പ്രാവശ്യം പറ്റിയിട്ടുള്ള കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഉപകാരപ്പെടും ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി ആവശ്യം വന്നാണ്ട് LED ലൈറ്റുകളും കാര്യങ്ങളും കേട്ടോ. അതിൽ 3 തരത്തിലാണ് കേട്ടോ LEDകൾ കണ്ട. ഒരു വൈറ്റ്, റെഡ് കളറിൽ നമ്മുടെ ലാഭഘടത്തിൽ പെട്ടാലോ എങ്ങനെയൊക്കെ പറ്റിയ ഒരു LED ആണ്. പിന്നെ അടുത്ത പരിപാടി നമ്മുടെ ഫോണിന് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കണ്ട അത് എനിക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമായിട്ടാണ്. നമ്മൾ എങ്ങനെയും പോകുമ്പോൾ നമ്മുടെ ഉണ്ണിയുള്ള ഫോണൊക്കെ എടുത്ത് കളിച്ചിട്ട് ചാർജ് ചെയ്യിച്ച് അവിടെ വെക്കും. അപ്പോൾ ചാർജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഫോൺ ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റോട് 3 ഉപകരണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ട എയർ ഫ്ലോ 70
L/minute ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 150 PSI ആണ്. പവർ വരുന്നത് 50 വോൾട്ടാണ് കേട്ടോ. പിന്നെ വോൾട്ടേജ് വരുന്നത് 7.4 ആണ് കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മേടിക്കാൻ ആവശ്യമുള്ളവർ നമ്മൾ ഈ വീഡിയോയുടെ താഴെ നോക്കിയാൽ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ചിക്കൻ കറി വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ സത്യം ഗൾഫിലുള്ളവർക്കും ജോലിക്കാർക്കും എല്ലാവർക്കും വെക്കാം, അടിപൊളിയായിട്ട്. നമുക്ക് ഒരു ചിക്കൻ കറി കഴിക്കുന്ന ഒരു ഫീല് തോന്നുന്നില്ല. എന്നൊരു മീൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പറയണ പോലെ തന്നെ വെക്കണം കേട്ടോ. അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ക്ഷമോടക്കനെ വെക്കേണ്ട ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു 5-10 ചെറിയ ഉള്ളി, വെളുത്തുള്ളി കേട്ടോ. ചെറിയ ഉള്ളി അല്ല, സോറി, വെളുത്തുള്ളി. ചെറുത് കുഞ്ഞിതാകുമ്പോൾ നല്ല ഫ്ലേവറും കാര്യങ്ങളുണ്ടാവും. വലുതൊക്കെ ആണെങ്കിൽ ഒരു 5-6 മതി കേട്ടോ. ഒരു തുണ്ട് കേട്ടോ ഇഞ്ചി, ഒരു തുണ്ട് ഇഞ്ചി, അതിൽ ആ വെളുത്തുള്ളും കൂടി ഇങ്ങനെ ചതച്ച് വെക്കാം. പിന്നെ 2 പച്ചമുളകും 3 തക്കാളിയാണ് ആദ്യം എടുത്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മതിയാവില്ല, നമുക്ക് ഗ്രേവി ആവശ്യമാണ്. അവർക്ക് ഗ്രേവി ഒരുപാട്, ചിക്കൻ ഒരുപാട് വേണ്ട, ഗ്രേവിയാണ് അവർക്ക് ആവശ്യമായിട്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ 1 തക്കാളി കൊണ്ട് എടുത്തിട്ട് അങ്ങനെ മൊത്തം ഒരു മീഡിയം സൈസ് 4 തക്കാളി ഇങ്ങനെ കുനുകുനാന്ന് വെച്ചിട്ടല്ല, ഇങ്ങനെ നീളനെ കനം കുറച്ച് അരിയാ കേട്ടോ. അങ്ങനെ അത് അരിഞ്ഞു. അപ്പോഴേക്കും നമ്മൾ മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഈ ഒരു കറിക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ ആവുന്നത് അതിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഇതേ ചട്ടി ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ചട്ടി കഴിഞ്ഞിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ടും തുടച്ച് കൊടുക്കും കേട്ടോ, വേഗം വെള്ളം വരി വേണ്ടിയിട്ട്. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മളിതേ വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും പച്ചമുളക് നീളനെ അരിഞ്ഞതും 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരുപാട് മുരിഞ്ഞ് വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ ഈ 4 തക്കാളി, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കാരണം 4ാമത്തെ തക്കാളി ഞാൻ ഇപ്പോൾ റൗണ്ടിനെ അരിഞ്ഞിട്ടു കേട്ടോ. ഇനി നന്നായി ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ആ എണ്ണയിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കണമെന്ന് ഇടയ്ക്ക് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അതിൽ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് 2 ഇളക്കിനും കൂടി ഇളക്കി നമ്മൾ ഇങ്ങനെ മൂടി വെക്കട്ടെ. ഇനി ഒരു 5 മിനിറ്റ് അതിങ്ങനെ മൂടി കിടക്കട്ടെ. ചെറിയ തീരാണെങ്കിൽ ചെറിയ തീരിട്ടിട്ട്, നേരമുള്ളവരാണെങ്കിൽ ചെറിയ തീര, അല്ലെങ്കിൽ ഞാൻ ചെറിയ തീരൊന്നും ഇട്ടിട്ടില്ല, ഞാൻ ഹൈയിൽ തന്നെയാണ് ഇട്ടിട്ട് ചെയ്തിട്ട് വേണ്ട. അപ്പോഴേക്കും നമ്മൾ ആ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് വീണ്ടും നന്നായി ഇളക്കി നമ്മൾ ഈ തക്കാളി പേസ്റ്റ് രൂപമാക്കുന്നുണ്ട്. നമ്മളിതങ്ങനെ കയ്യിലുണ്ട് ഇടയ്ക്ക് അങ്ങനെ മൂടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഞെരടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില തക്കാളി ഇങ്ങനെ ഭയങ്കര പഴുത്തില്ല, ഭയങ്കര ബലം പോലെ ഉള്ളു. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ ഞെരടി കൊടുക്കണം കേട്ടോ. അങ്ങനെ നന്നായി ഇളക്കി കുറച്ച് നേരം ക്ഷമോടക്കനെ നിന്ന് ഇളക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ആവശ്യമുള്ള മസാലപ്പൊടി എടുത്തുണ്ട് കേട്ടോ. ഒരുപാട് മസാലപ്പൊടികളൊന്നുമില്ല കേട്ടോ. ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നമ്മുടെ സാധാ എരിവുള്ള മുളകും പൊടി, പിന്നെ ഒരു 2-3 ടീസ്പൂൺ നമ്മുടെ ഗ്രേവിക്കനുസരിച്ച് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. എനിക്കൊരു 3-4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്രേവി ആവശ്യമാണ് ദോശയ്ക്കായി കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കാശ്മീർ ചില്ലി പൗഡറിന് ഭയങ്കര ഒരു പച്ച സ്മെല്ല് കൂടുതലാണ്. അപ്പം നന്നായിട്ട് നമ്മൾ ഇട്ടിങ്ങനെ വാട്ടി അതിൻ്റെ കുത്തു സ്മെല്ല് പോകണമായിരിക്കും ഇങ്ങനെ ഇളക്കിണ്ട. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ തക്കാളി കാണാത്ത രീതിയിൽ പേസ്റ്റ് രൂപമായിട്ടാണ്. പിന്നെ അതിലിപ്പോൾ നമുക്ക് കാണുന്നത് ആ പച്ചമുളകിൻ്റെ ഒരു ഇതും കറിവേപ്പിലും മാത്രമാണല്ലോ, ബാക്കി എല്ലാതും അതിൽ വെന്തുടഞ്ഞ് ഇതുപോലെ കുറച്ച് നേരം നമ്മൾ ക്ഷമയില്ലാണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ തക്കാളിക്ക് ഒരു പച്ച സ്മെല്ലുണ്ട്, കാശ്മീർ ചില്ലി പൗഡറിന് ഒരു പച്ച സ്മെല്ലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ സമയത്ത് ടേസ്റ്റ് നോക്കും, ആ പച്ച സ്മെല്ലൊക്കെ പോയി ഒന്ന് 2 പ്രാവശ്യം ടേസ്റ്റ് നോക്കുമ്പോൾ സെറ്റ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് എനിക്ക് തോന്നുന്നു ഒരു 300 ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിലിട്ടുന്നത്. നമുക്ക് നല്ല പീസ് നോക്കിയിട്ട് എടുത്തിട്ട് അവർക്ക് സ്ക്രൂ എടുത്തേക്കാനും പിന്നെ സ്ക്രൂ ഇട്ട് വന്നാലും ഇന്ന് അവർ ഫുൾ ഇതാണ് കഴിക്കാമെന്ന് എനിക്ക് ഉറപ്പാന്ന് വെച്ചാൽ അവർക്കും ഭയങ്കര ഫേവറേറ്റായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടത്. ഈ ഒരു ചിക്കൻ കറി കുഞ്ഞനായാലും പൊന്നൂനായാലും എല്ലാവർക്കും ഭയങ്കര, ഷെബിക്കായാലും ഇഷ്ടമാണ് ഈ ഒരു ചിക്കൻ കറി. ഈ ചിക്കൻ കറി പുട്ടും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ആരെങ്കിലും ഇഡ്ഡലിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു 5-8 പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് നമുക്ക് ആവശ്യം എത്ര ഗ്രേവിയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് നോക്കി ആ സമയത്തും ഇടയ്ക്ക് ഞാൻ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പ് കറക്റ്റ് ഉറപ്പായി കഴിഞ്ഞാൽ അത് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് വേവിച്ചെടുക്കാം കേട്ടോ. വേവണ വരയ്ക്ക് നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടിപൊളി ചിക്കൻ കറി കേട്ടോ. കുറേ നാളെ ഉണ്ടാക്കിയിട്ട് എനിക്കിഷ്ടമാണ് ചിക്കൻ.
ഒരു മസാലകളോ സബോളോ ഒന്നുമില്ല, സിമ്പിളുണ്ട്. നല്ല രസമുണ്ട്. ഇത് ചപ്പാത്തിക്കും പുട്ടിനും ചോറിനും ഒക്കെ പറ്റിച്ചിരിക്കുന്നു. സബോള ഇല്ലല്ലോ, തക്കാളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ ഒരു തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് കുറേശ്ശെ ഉപ്പൊക്കെ പാകാം. ഉണ്ണിയപ്പം സോഫ്റ്റായോ? ഈ ഒരാൾ ഉണ്ണിയപ്പം കഴിക്കുന്നുണ്ട് കേട്ടാ. ചൂണ്ട് ഞാൻ കുറേശ്ശെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 5-10 നമുക്ക് സ്കൂളിൽ കൊടുത്തേക്ക്. അതെന്തുണ്ടായി വെച്ചാൽ ഞാൻ സ്ഥിരം ഉണ്ടാക്കണം ഉണ്ണിയപ്പം ഞാനൊന്ന് മാറ്റി പിടിച്ചു. സൂപ്പർ മാർക്കറ്റിൽ പടത്ത് ആരോന്നും വറുക്കാത്ത റവോണ്ട് ഉണ്ടാക്കാണ്. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എത്തിച്ചു. പക്ഷേ വറുത്ത റവോണ്ട് ഉണ്ടാക്കുന്നത് നല്ല ഉണ്ണിയപ്പം പലർക്കും പല ഇതായിരിക്കും അല്ലേ. അത് ടേസ്റ്റോളൊന്നുമില്ല. മധുരം പാകാനാ ചെറിയ കാശ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശമൊക്കെ വെന്ത് തിളച്ച് വന്നപ്പോൾ ഞാൻ ഏകദേശം അതൊന്ന് ചെറിയ ഓഫ് ചെയ്തിട്ടിട്ട് അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് തിളച്ച് കഴിഞ്ഞാൽ അതോടെ മതിയാക്കുകയാണെങ്കിൽ അതോടെ മതിയാക്കാം കേട്ടോ. ബാക്കിയൊക്കെ ചെയ്യണത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അത് വേറൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആയാലും ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ഒരു ചിക്കൻ കറി. അങ്ങനെ നമ്മളിത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് തുള്ളി, നിങ്ങൾക്ക് കണ്ടാൽ തുള്ളി വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ 3-4 ചുവന്നുള്ളി വറ്റൽമുളകും കൂടിയിട്ട് മൂപ്പിച്ച് നമ്മൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. ചിലർക്ക് അധികം എണ്ണ വേണ്ട അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാറുണ്ട്. തുള്ളി നിങ്ങൾക്ക് കാണുമ്പോൾ പറയില്ല എണ്ണ കറക്റ്റ് ഇല്ല, അത്രയും തുള്ളി കൊണ്ടാണ് ഞാൻ ചുവന്നുള്ളി മുരിച്ചെടുത്ത് അതും ഇട്ട് കൊടുത്തപ്പോണ്ടല്ലോ. ഈ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലായിരുന്നു കേട്ടോ. ആ വറ്റൽമുളകിൻ്റെ ഒരു സ്മെല്ലും പച്ചക്കറിവേപ്പിലയുടെ സ്മെല്ലും ആ മല്ലിയിലയുടെ സ്മെല്ലൊക്കെ ഭയങ്കര ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമില്ല ദോശ ഉണ്ടാക്കിയാലോ. അങ്ങനെ ദോശയൊക്കെ അതേ കുണുക്കന് കുടിക്കും. വീട്ടിലിരുന്ന് കഴിക്കാനുള്ള ദോശ ഞാൻ കനം കുറച്ച് ഉണ്ടാക്കും കേട്ടോ. ബാക്കി അവർക്ക് സ്കൂൾ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കട്ടിയാണ് കഴിക്കല്, ഒരു നേരി കട്ടിയിട്ടുണ്ടാക്കും. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ നെയ്റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയാലേ ഉണങ്ങിപ്പോവും. അങ്ങനെ ഞാൻ ഇന്നലെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവർക്ക് സ്നാക്സ് ആയിട്ട് ഞാൻ കൊടുത്തായിരുന്നു 3 ഉണ്ണിയപ്പമാണ് കേട്ടോ. പിന്നെ ഒരു തരി മിച്ചറുണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് ഇന്ന് അവരുടെ സ്നാക്സിൻ്റെ പരിപാടി അത്ര ഉള്ളൂ കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനും ഞാനും ഹാപ്പിയാണ്. എന്താ വെച്ചാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർക്ക് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷൻ കൊണ്ടാക്കിയിട്ട് വന്ന ശേഷം ചിക്കനും ദോശയിലും കൊണ്ടെടുത്തിട്ട് അല്ലെങ്കിൽ ഫുഡ് രാവിലെ കഴിക്കാത്തവർ ഇന്ന് രാവിലെ ചിക്കനും നെയ്റോസ്റ്റും കഴിച്ചിട്ടാണ് കേട്ടോ അവർ പോയത്. അങ്ങനെ നമ്മൾ കുടിക്കുമ്പോൾ ഈ 2 എല്ലില്ലാത്ത പീസും 3 പീസ് ഇട്ട് കൊടുത്തു, കുഞ്ഞു പീസ്. പിന്നെ ഗ്രേവി ഇട്ട് കൊടുത്തു. അത് കുണുക്കനല്ലായിരുന്നു, കുണുക്കിക്കായിരുന്നു. 2ആൾക്കും 3 പീസും ഗ്രേവി. എന്നിട്ട് ഇന്ന് സ്കൂൾ വിട്ടേശം എന്താ പറഞ്ഞത്, അമ്മ എനിക്ക് ചിക്കൻ കറി കുറവാക്കിയിരുന്നു. കുണുക്കിയുടെ പ്ലേറ്റ് ക്ലീനാണ്. ഒരു തുണ്ട് ദോശയിലെ തുണ്ട് ചിക്കൻ കറിയുടെ ഗ്രേവി കേട്ടോ. അതുപോലെ തുടച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയില്ല, അത്ര ടേസ്റ്റിലുള്ള കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാൻ രാവിലെ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ചാൽ കേടുവരത്തില്ല കേട്ടോ. നല്ല എന്താ വെച്ചാൽ നമ്മൾ സബോളയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടാൽ നല്ലൊരു നെയ്റോസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ 2 പീസ് ചിക്കനും ഗ്രേവി ഇട്ട് അതിൻ്റെ കളർ നോക്കി എന്തൊരു ഭംഗിയാണ് ഗ്രേവിയുടെ ടേസ്റ്റും അതുപോലെ ആയിരുന്നു. അപ്പം ഞാൻ എന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എനിക്കൊരു ചിക്കൻ കറിയാണ് ഭയങ്കര ഹാരാട്ടോ. പിന്നെ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഉണ്ണോൾക്ക് കൊടുക്കുന്നതിന് 2 വായി ഞാനും നിന്ന് നോക്കിയെന്ന് മാത്രം കേട്ടോ. കണ്ടോ അതിൻ്റെ ആ ദോശകൾ നന്നായ ഗ്രേവിയിൽ മുക്കിയിട്ട് അത് കഴിക്കുമ്പോൾ നമ്മളതിൽ പറയണ പോലെ സ്വർഗം അമ്മ സ്വർഗം. ഞാൻ വെറുതെ കൊതിപ്പിക്കുന്നതല്ല കേട്ടോ. ഇത് ഇഡ്ഡലിയും ദോശയുടെ കൂടെ തിന്ന് നോക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ്. ഈ എല്ലാവരും എന്ന് ദോശയ്ക്ക് സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പകരം ഇടയ്ക്ക് നമുക്കിത് ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെ വെറൈറ്റി ടേസ്റ്റുകളോട് ഭയങ്കര ഇഷ്ടം കേട്ടോ.
ഡെയിലി നമ്മൾ കഴിക്കുന്ന ടേസ്റ്റിനേക്കാളും ഇങ്ങനെ വെറൈറ്റികൾ കഴിക്കാൻ ഇഷ്ടം. എനിക്ക് ചിക്കൻ കറി പ്രത്യേകിച്ച് ഈ ഗരം മസാല കാരണമൊന്നും ഉണ്ടെന്നൊന്നും കുഞ്ഞിനും അത്ര ഇഷ്ടമില്ല. അവർക്ക് കൂടുതലും ഇങ്ങനത്തെയാണ് ഇഷ്ടം. എന്താ വെച്ചാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ നമ്മുടെ കുണിക്കുമ്പോനും ഞാൻ വാരി വെച്ച് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് ആ ദോശയ്ക്ക് വാരി വെച്ച് ദോശയൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു വായ കൂടി കഴിച്ച് നോക്കുകയാണ്. പിന്നെ ഞാൻ അനിയുടെ ഷർട്ട് ഇടാത്ത കാരണമാണ് അനിയോട് വാരി വെച്ച് കാണിക്കാത്തത്. അതിനായിട്ട് ഞാൻ വാരി വെച്ച് കൊടുത്തിട്ടുള്ളൂ. അതിപ്പോൾ അങ്ങനെയാണ് ഞാൻ കഴിക്കാറുണ്ട്. അങ്ങനെ അക്കിക്കാവ് പൂരത്തിൻ്റെ എന്തോ ആണ്ടി വന്ന് അങ്ങനെ എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെയല്ല, വേറെ ഒന്ന് ഡാൻസ് കളിക്കും. ഇതിപ്പോൾ പാട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ വന്നു, അവർക്ക് കാശ് കൊടുത്തു, അവർ പോയി. അതിൻ്റെ ഇടയിൽ തിക്കും തിരക്കിലോട്ട് അങ്ങനെ അവരെ സ്കൂളുണ്ടാക്കി വന്നതിന് ശേഷം ഞങ്ങൾ ഒരു ചായയും പത്തിരി കുടിക്കാൻ വന്നിട്ട് വിത്തൗട്ട് ഒരു ചായയും പത്തിരിയും. രാവിലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ അവസാനിപ്പിക്കൂട്ടെ. ഞങ്ങൾ രാവിലെ കട്ടൻ ചായയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ മീൻകാരൻ വന്നപ്പോൾ തെമ്മാൻ ഒരു 1/2 കിലോ മേടിച്ചു കേട്ടോ. ഈ 1/2 കിലോ തെമ്മ മേടിച്ച് നമുക്ക് 2 ദിവസത്തേക്കായല്ലോ. ചിക്കൻ കറി കൂടുതലും ഉണ്ണികൾക്ക് ഞങ്ങൾ കൊടുക്കാറ്. ഞങ്ങൾ കുറവാണ് കഴിക്കാറ്, പക്ഷേ ഇന്ന് ഈ ചിക്കൻ കറി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ മീൻ കറി വയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു, ടിഷ്യൂ എടുത്തു, ചട്ടിയൊക്കെ തുടച്ച് ക്ലീനാക്കി, പുളി എടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മളതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒരു പ്ലേറ്റിൽ ഇട്ട് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് നിന്നിട്ടുണ്ടാക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചു അതിൻ്റെ പാദ്യം പുറത്ത് കയറി ഇരുന്നിട്ടുണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ ഉലുവിട്ടു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ചുവന്നുള്ളി ഒരു 5-6 അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മീൻകറിയിൽ സബോള ഇടല്ല, ഇടയ്ക്ക് സബോള ഇഷ്ടമല്ല. ഞാൻ എന്തൊക്കെ നേരമില്ലെങ്കിലും ചുവന്നുള്ളി തന്നെ അരിഞ്ഞിട്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് മീൻകറിയിൽ നാളികേരപ്പാലോ കാര്യങ്ങളോ തൃശ്ശൂർക്കാരും മീൻകറി വയ്ക്കൽ കുറവാണ്. ഇപ്പം ഈ കൊല്ലം കോട്ടയം സൈഡിലുള്ള മീൻകറിയൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരാൾ ബാത്റൂമിൽ ബാത്റൂമിൽ തന്നെ കഴുകിയിട്ടൊന്ന് പിന്നെ ക്ലോറക്സ് ഒക്കെ അടിച്ചിട്ടു കേട്ടോ. ഒരു രീതിയാണ് ഈ സേവനവാരത്തിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കുന്നപ്പോൾ ഞാൻ അരിയാണ് ഉണ്ടാക്കണമെന്ന് നന്നായിട്ട് ഉണ്ടാക്കിക്കോ, ഞാൻ പഠിപ്പിച്ചിരുന്നുണ്ട്. മീൻകറി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എന്നോട് എനിക്ക് പഠിക്കൊന്നും വേണ്ട, ഇങ്ങനെ സഹായിച്ച് തരണമെങ്കിൽ ഞാൻ സഹായിച്ചു തരണം. അങ്ങനെ ഞങ്ങൾ ആ പൊടികളൊക്കെ ഇട്ടു, പുളി പിഴിഞ്ഞു, അതൊഴിച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് ഇന്ന് തെമ്മാൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ മീൻ കറി. അങ്ങനെ ഞങ്ങളതിന് എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചെറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഞാൻ 2 ആളും നോക്കട്ടോ. ചൂട് ചോറ്, തരി ചിക്കൻ്റെ ഗ്രേവി, ഒരു പപ്പടം. വർത്താനം പറയില്ല. കുറേ സിനിമകൾ നമ്മുടെ നാട്ടിലാറുണ്ട്, ഒരുപാട് സിനിമ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു സിനിമയ്ക്കൊക്കെ പോകാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ മനസ്സിനൊരു നമ്മൾ ഒരുപാട് ടെൻഷനുകളുടെ ഇടയിൽ നിന്ന് പിന്നെ വയ്ക്കും ഈ ഒരു സിനിമയ്ക്ക് പോയി കാശുണ്ടെങ്കിലും നമ്മുടെ പ്രശ്നമൊന്നും തീരുന്നില്ല. അപ്പോൾ സിനിമയും കണ്ടിട്ട് മനസ്സമാധാനം നേടാതെ വിചാരിക്കും. 2.5 മണിക്കൂർ ഒരു സമാധാനം. കുറേ നാളായിട്ടാണ് സിനിമയോട് ഒരു ഹാരോ കാര്യങ്ങളോ. ഇപ്പൊ പക്ഷേ കുറേ നാളുള്ള സിനിമകൾ, നല്ല സിനിമകൾ ഉണ്ടായിരുന്നില്ല, അങ്ങനെ വേണം പറയാം അല്ലേ. കുഞ്ഞ് 2 സിനിമ കണ്ടു, കുഞ്ഞ് ഒരു സിനിമ കണ്ടു അല്ലേ. കുഞ്ഞിന് 2 സിനിമ ഉണ്ട്, അത് ഇല്ല കുഞ്ഞാണല്ലേ. കുഞ്ഞൊരു സിനിമയും കുഞ്ഞൊരു സിനിമ പച്ചത്തത്തെ ഇതാണ് സിനിമയാണ് പോയി. പക്ഷേ സിനിമ പോരാന്നാണ് കേട്ടത്. അപ്പോൾ അവരെന്നെ പറയാം. അങ്ങനെ വെച്ചാലല്ല, പൊന്നൊന്നിട്ട് ഈ സിനിമ, അതായത് ഞങ്ങൾ കണ്ടത് ബിജുമേനോൻ്റെയും ജോജുവിൻ്റെയും വലത്ത് വശത്തെ കള്ളന, അങ്ങനെ എന്തോ സിനിമയുടെ പേരാട്ടോ. അതാ കണ്ടത് കേട്ടാ. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അത് ആരാ എന്താ സിനിമയുടെ ആൾക്കാരൊന്നും ഞാൻ നോക്കിയില്ല.
ലാസ്റ്റാണ് ആ സിനിമ ഡയറക്ടർ ആളുടെ പേര് ഡയറക്ടറില്ലേ അല്ല ജിത്തു ജോസഫിന്റെ സിനിമയായിരുന്നു. ആ സിനിമ ആരുടെയെന്ന് ആരും അറിഞ്ഞില്ല, ജിത്തു ജോസഫിന്റെ സിനിമയാണ്. പിന്നെ ലാസ്റ്റാണ് അപ്പം വെറുതെ അല്ല സിനിമ ഇങ്ങനെ പോയെന്ന്. അപ്പോൾ പൊന്നായാലും കുഞ്ഞിനായാലും ആ സിനിമയൊക്കെ നിറച്ച് ജനങ്ങളായിരുന്നു. ഈ സിനിമയ്ക്ക് ആള് കുറവപ്പെട്ട സിനിമ നല്ല ഇതാണെന്ന് കണ്ടവരുടെ അഭിപ്രായട്ടെ. ഞങ്ങൾ കണ്ടിട്ടില്ല ഭയങ്കര തിരക്ക് പച്ചത്തത്തൊക്കെ ഇതിന്, പക്ഷെ ഇതിന് തിരക്കില്ല. പക്ഷെ ഇത് നല്ല സിനിമ കേട്ടോ. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു. ബിജു മേനോനും ജോജുവിൻ്റെ ഒരു അടിപൊളി സിനിമ, എനിക്ക് ഇഷ്ടമായിട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും എന്ത് സംഭവിക്കുക, എന്താണ് അതിൻ്റെ കഥ, എങ്ങനെയാണ് നമുക്ക് അതിലെ വില്ലനെ പെട്ടെന്ന് മനസ്സിലാവണില്ല. എന്നാൽ അതിൽ ആദ്യം നമുക്കതിൽ ക്ലൂ തരുന്നുണ്ട് അല്ലേ, പക്ഷെ സിനിമ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ലാസ്റ്റാണ് നമുക്ക് മനസ്സിലാവണം, ഓരോരുത്തർ പറഞ്ഞതിൻ്റെ ഡയലോഗ് വെച്ച് നോക്കുക. അപ്പം അങ്ങനെയാണ് സിനിമ. ചില സിനിമകൾ അങ്ങനെയാ അല്ലേ. ഇപ്പം ആൻ്റണി ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല അധികം, അങ്ങനെ ആ സിനിമ അധികം കോടിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ടി വിയിൽ കണ്ടപ്പോൾ എത്ര കണ്ടാലും മതിയായിരുന്നു. എനിക്ക് എന്തോ ജോജുവിൻ്റെ സിനിമയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ, ഭയങ്കര ഇഷ്ടം. നമ്മൾ പറയില്ല സിനിമ തിയേറ്ററിൽ പോയി കാണാൻ, ചിലവരെ സിനിമയ്ക്ക് ഭയങ്കര ത്രില്ലാവും, ഇറങ്ങുമ്പോഴേക്ക് പോയി കാണാനുള്ള ഒരു ആകാംക്ഷ കൂടും. ലാലേട്ട സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിപ്പരങ്ങുണ്ടായിരുന്നു നമുക്ക് കാണാൻ പോകാണ്ട്. അങ്ങനെ ഒരു ഇതാട്ടോ ജോജുവിൻ്റെ സിനിമയ്ക്ക്. നമ്മൾ പറയില്ല ലാലേട്ടൻ്റെ അഭിനയ കണ്ണുകളിലൂടെയാണ്, അത് തന്നെയാണ് ഏകദേശം ജോജുവിൻ്റെ എക്സ്പ്രഷൻ, ഫേസിൽ ഒരുപാട് എക്സ്പ്രഷൻ ഒന്നുമില്ല, പക്ഷെ ആ കണ്ണുകളിൽ അറിയാം അവൻ്റെ ഭാവങ്ങൾ മാറി വരുന്നു. ആ സത്യം ഒരു ആന ഇട്ടെങ്കിൽ ഇങ്ങനെ വരാത്ത ലുക്ക് ഇട്ട ജോജു നടന്നു. ഞാൻ ഭയങ്കര കടുത്ത ആരാധികയാണ് ജോജു, സത്യം ഭയങ്കര. ബിജു മേനോന് സൂപ്പറാ, എല്ലാവരും സൂപ്പറായിട്ട്. ബിജു മേനോനൊക്കെ അടിപൊളി. കുറേ നാളിന് ശേഷം ബിജു മേനോൻ്റെ സിനിമ എനിക്ക് ഇഷ്ടമാണ്. ബിജു മേനോൻ്റെ സിനിമ ഭയങ്കര ഇഷ്ടമായി കാണണ്ട. എന്താ വെച്ചാൽ ഒരു പ്രത്യേക ശൈലി. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ബിജു മേനോനെ നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. 1-2 പ്രാവശ്യം നേരിട്ടാണ് എൻ്റെ കുട്ടിക്കാലത്ത്. തൃശ്ശൂർക്കാരനല്ലേ, നമ്മുടെ തൃശ്ശൂർക്കാരനല്ലേ, അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ട്. പ്രാവശ്യം അച്ഛൻ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ബിജു മേനോൻ്റെ അച്ഛനും കിടന്നിരുന്നു, അടുത്തടുത്ത് റൂമുള്ളതെന്ന് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ. കണ്ടിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്കൊന്നും തീരെ പ്രൊമോഷൻ പോയിട്ടില്ല, പ്രൊമോഷൻ കുറവാണ്. അതുകൊണ്ടായിരിക്കും ആ സിനിമ ആരിലേക്ക് എത്താണ്ട് പോയത്. ഞങ്ങൾക്കിപ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്ക് ആശ എന്നിട്ട് പിടിച്ചോട്ട് പറയണ പ്രൊമോഷൻ ഒന്നും അല്ല, പക്ഷെ ഞങ്ങൾ കണ്ട റിവ്യൂ ആണ് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സിനിമ. എനിക്ക് ഇങ്ങനെ ത്രില്ലർ ഇങ്ങനെ കൊല്ലുന്നതിൻ്റെ കഥ, എനിക്ക് ഓൾറെഡി അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണ്. കുറേ സിനിമ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഇന്ന് കാണണം കേട്ടോ. നമ്മൾ കേൾക്കാത്ത കുറേ പേരുള്ള സിനിമ അങ്ങനെ ത്രില്ലുണ്ടെങ്കിൽ ഇത് കണ്ടുപോകൂലേ. ഇന്ന് സിനിമ പൊന്നു നല്ല സിനിമയ്ക്ക് പോയി. അപ്പോൾ പൊന്നു പറഞ്ഞു നല്ല സിനിമ അമ്മ എന്നാണ് സാഗറിൻ്റെ പ്രകമ്പനം. അപ്പോൾ അത് നല്ല സിനിമയാണെന്ന് റിവ്യൂ കേൾക്കാണ്ട് കണ്ടിട്ട് ഞാൻ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ഞാൻ പറയാം. എനിക്കിഷ്ടമായിട്ടോ ജോജുവിൻ്റെ സിനിമയ്ക്ക് ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ ഒരു പ്രത്യേക രസമാണ്. എനിക്ക് തോന്നുന്നു ആ ജോസഫ് സിനിമയാണ്. ജോസഫ് പിന്നെ ഏതാ നമ്മുടെ അത്, അയ്യോ പണി, അതിന് മുന്നേ ഇറങ്ങി നമ്മുടെ തൃശ്ശൂർക്കാരുടെ സിനിമ പെരുന്നാളിലെ ആര് എന്താ ജോസ് പൊറിഞ്ചു ജോസ് പൊറിഞ്ചു മറിയാം ജോസാ കൊറിഞ്ചു മറിയാം ജോസ് അങ്ങനെ എന്ത് സിനിമ അറിയില്ലല്ലോ, അറിയാം. അതൊക്കെ കണ്ടതിന് ശേഷം ജോജുവിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം. ജോജുവിന്റെ സിനിമ കാണാൻ ഇവിടെ എത്ര ആന്റണി എന്ന് കാണിച്ചിട്ട് കുണുക്കനെ ഭയങ്കര ഇഷ്ടമായിട്ട് അവളെ തന്നെയാണ് ആന്റണിയിലും. അവന് നല്ല ചേർച്ച, അവന് നല്ല എന്താ പേര്, ഒരു പേരാണ് പേരറിയാം, പക്ഷെ എന്ത് ഉഷാന്ന് പറയാ ഒരു ഉഷാനൊരു പേരാണ്. സൂപ്പർ സിനിമ കേട്ടോ. ഇത് കാണാത്തവരാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഇവിടെ കുറേ നാളായിട്ട് ഇങ്ങനെ നല്ല നല്ല സിനിമകളൊന്നും ഇല്ല. നമ്മൾ കുറേ നാളായിട്ട് സിനിമകൾക്ക് പോക്കേല. അങ്ങനെ എന്തെങ്കിലും ലാലുണ്ടെങ്കിൽ എന്തെങ്കിലും സിനിമ ഇറങ്ങുമ്പോൾ പോകാറുണ്ട്. അങ്ങനെ എല്ലാ സിനിമയ്ക്കും വാരി വരച്ച സിനിമ. പക്ഷെ ഇപ്പം ഇറങ്ങുന്ന ഏകദേശം സിനിമകളൊക്കെ കുഴപ്പമില്ല. 4-5 നമുക്ക് കണ്ടിരിക്കാനുള്ള സിനിമകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ പ്രകമ്പനം കാണണം, അത് നല്ല അഭിപ്രായമാണ് പൊന്നു കണ്ടിട്ട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ എന്നോട് ചോദിച്ചു ഒന്ന് കൊണ്ടുവരണം, ഞങ്ങൾക്ക് 3 ടിക്കറ്റ് ഉണ്ടായാൽ മതി. ഞാനും എന്നോട്ട് കൊടുക്കുന്നു. പൊളിക്ക് പിന്നെ അല്ലെങ്കിൽ മടിയിലിരിക്കുക. അപ്പോൾ അവൾ മടിയിരുന്നു കണ്ടു. അപ്പോൾ പോണല്ലേ ചേട്ടാ, കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയില്ലേ? വെള്ളിയാഴ്ച ശനിയാഴ്ച മാത്രം സിനിമയ്ക്ക് വെച്ചാലും കൊണ്ടുപോകണോ? ഞായറാഴ്ച കൊണ്ട് ഇഷ്ടമില്ല. ഞായറാഴ്ച ക്ലാസ്സാണ് ഇവിടെ.
അപ്പൊ അച്ഛനാണ് അതിന്റെ വിഷമം. അച്ഛന് ടെൻഷനാണ്. ഞായറാഴ്ച തിങ്കളാഴ്ച മക്കൾക്ക് സ്കൂളിൽ പോകേണ്ടത് ആലോചിച്ചുള്ള ടെൻഷനോട് ഞാൻ ഞായറാഴ്ച ഉണ്ട്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച എങ്ങനെ 2 ദിവസം ഹാപ്പി, 2 ദിവസം എൻ്റെ പിള്ളേർ കൂടി ഉണ്ടല്ലോ വെച്ചിട്ട്. വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വരുമ്പോൾ അത് ഉണ്ണിയാൾക്കല്ല നമുക്കായാലും ഭയങ്കര ഒരു സന്തോഷം കഴിഞ്ഞ. അതെന്താ വെച്ചാൽ കുട്ടിക്കാലത്ത് നമുക്ക് ഭയങ്കര മടിയില്ല സ്കൂൾ. അതിനുള്ള ഗുണൊക്കെയാണ് ഇപ്പൊ ഇത് ഇരുമ്പി അലക്കി നിൽക്കുന്നത്. ആ മടി കാണിക്കാതിരുന്നിട്ട് കഴിഞ്ഞില്ല. എല്ലാരും പഠിക്കുന്ന നമ്മള് അല്ലാണ്ട് ജോലിക്ക് ആള് വേണ്ട. ഇതേമാതിരി തീരുമാനം പിടിക്കാനൊക്കെ ആൾ വേണ്ട. ഒതുങ്ങി എടുക്കുന്നത് അതിന്റെ ഒതുങ്ങി എടുക്കുക. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ചെവിച്ചോളെ വിളിക്കൂ, ചെവിച്ചോളെ വിളിക്കൂ. ഞാൻ ഓടിയിട്ടില്ല. എന്താണ് കമ്മല് നമ്മള് കുട്ടിക്കാലത്ത് ചെയ്യില്ലേ, ചന്ദനത്തിയുടെ കൊണ്ട് ചെയ്യില്ലേ? കറക്റ്റാ ചെയ്തിട്ടുണ്ടോ? അതുണ്ട്. അത് ഞാൻ പറയണ കേക്ക്. അത് ഞാൻ പറഞ്ഞില്ലേ, ഹോട്ടല് വെജിറ്റേറിയൻ ഹോട്ടലല്ലേ തുടങ്ങിയത്. മത്തങ്ങയും പയറൊക്കെ ഇന്ന് പോയിട്ട് അത് നാളല്ലേ? അതെയാ? അതെല്ലേ? അപ്പം അഗതിയൊരു വഴിക്ക് വരാം. ഇന്നലെ കൊങ്ങണൂര് ഗാനമേള ഉണ്ടായിരുന്നോളൂ അല്ലേ? പോയാ? നിങ്ങളുടെ നല്ല സൂപ്പറായിട്ട് കേട്ടായിരുന്നു. നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാണ്ടായിരുന്നു. ഈ കൊങ്ങണൂർ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഗാനമേള? അതെല്ലേ? ഇന്നുണ്ടല്ലേ? ഈ 2 അമ്പലത്തിൽ പൂരം ദിവസം അല്ലല്ല, ഇവിടുന്ന് കൊണ്ടുപോകണതാ, ഒരു സെറ്റ് കൊണ്ടുപോകണതാ ഇവിടുന്ന്. രാമനെ രാമനെ പറഞ്ഞു ഒന്ന് അനുഭവിക്കാതെ ഒന്ന് എല്ലാരും, ഞാൻ 1, നമ്മളൊന്ന്, ഞാൻ 2, ഞാൻ 3, ഞാൻ 4, അത്ര 4 ഇത്രയല്ലോ. ഓക്കെ, സെറ്റ് സെറ്റ്. ഓക്കെ, ഇപ്പൊ പോവാ. നല്ല ക്ലിയർ ആയിട്ട്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഞാനും വീട് വൃത്തിയാക്കാൻ പോവാണ്. മീൻകറി കഴിഞ്ഞിട്ട് ഞായറാഴ്ച ചിക്കൻ വേണ്ടി വിളിക്കും. മീൻകറി കുഴപ്പമില്ല ചേട്ടാ, നീ അത്ര മാണല്ലോ. നീ പോരാ. മീൻകറി വെച്ചാ മീൻ തിളക്കുമ്പോ സഹായി മാറിയിട്ടല്ലോ അല്ലേ? മീനിന്റെ സ്മെല്ല്, ആ മീനിന്റെ സ്മെല്ല് വരക്കാതെ. ബാത്റൂമിന് ക്ലീനിങ് സെക്ഷനാണ് വീട്. അപ്പൊ ബാത്റൂമൊക്കെ ക്ലോറിക്സ് അടിച്ചു വെച്ചിട്ടുണ്ട്. കൈ തേമാനാവോ? കുറച്ചുകൊണ്ട് വെച്ചത് നാവുണ്ട്. കറി രസമുണ്ട്. കറിയിൽ നല്ല പുളി അതിൽ ഉപ്പൊക്കെ ഉണ്ട്. പക്ഷെ മീൻ പോരാ. കുഴപ്പമില്ല, മീൻ സെറ്റായി വരണം. മീൻകറി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ആ മീനിന്റെ ഫ്ലേവറൊക്കെ സെറ്റായി. ഇനി എന്താണ്ട് ഓഫ് ചെയ്യണോ? ഒരു 10 മിനിറ്റ് കൂടി തിളച്ചോട്ടെ അല്ലേ? അപ്പോൾ 10 മിനിറ്റ് കൂടി തിളച്ചതിന് ശേഷം നമ്മൾ മീൻകറി അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും. അപ്പോൾ ഒന്ന് സേവനവാരാട്ടോ. സേവനവാരായിട്ട് ഏകദേശം ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ക്ലീനാക്കി ഇടുക. കണ്ട റൂമൊക്കെ എടുക്കണേക്ക് അലമാരിയൊക്കെ ഒതുക്കരി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ ആശാനെ? എന്തെങ്കിലും ആയോ?
അങ്ങനെ നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കി ദോശയ്ക്കുള്ള ചിക്കൻ കറി ഇരിക്കും, അതാട്ടെ ഞാൻ ചോറിനെടുത്തുന്നത്. അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. നല്ല പപ്പടം, നല്ല ചിക്കൻ കണ്ട. മീൻകറി പിന്നെ എടുക്കാന്ന് വെച്ചു. മീൻകറി വേണ്ട സത്യത്തിൽ അല്ലേ? എനിക്ക് കോട്ടേട്ടാ മീൻകറി ഒന്നല്ല. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് തരി പയറുപ്പേരി, ഒരു തരി കൂടി പപ്പടം വേണം, കുറച്ചുകൂടി പപ്പടം, ഒരു പീസ് വായിൽ വെള്ളം വരുന്നു. അപ്പോൾ ഇങ്ങനെ കുഴച്ച് 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 ആ ചിക്കൻ പീസും വെച്ചിട്ടുണ്ടല്ലോ, എങ്ങനെ എടുത്ത് വാ വാ അതിനോട് മീൻകറി കൂട്ടിയിട്ട് തിന്നോട്ടെ. അപ്പം ഇത് കഴിച്ചിട്ടോട്ടെ. ഞാൻ പപ്പടം എടുത്തോട്ടാ. പപ്പടം വേണം, പപ്പടും നാരങ്ങ അതൊന്നും ഇല്ലേനും ടേസ്റ്റ് ആയിട്ടാ ചിക്കൻ കറി. സത്യമായിട്ടും എനിക്കിങ്ങനെ കൂട്ടാൻ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. ഈ ഒരു ചിക്കൻ കറി വേറെ കറികൾ ആവശ്യമില്ല. സത്യല്ല, നല്ല കിട്ട ചിക്കൻ കറി. മീൻകറി കൂട്ടിട്ടൊന്ന് കഴിച്ചു നോക്കി. സൂപ്പറാ, നല്ല സൂപ്പർ. ഏത് കൂട്ടി കഴിക്കാം. ആകെ ഒരു ചട്ടം ചോറുണ്ടാ. ചോറ് ഒരു കലം ചോറ് അവിടെ ഇരിക്കുന്നുണ്ട്. ചോറില്ലായ്മയല്ല, നമുക്ക് കഴിക്കാൻ പാടായാണ് വിഷയം. അപ്പേ നമുക്ക് കഴിച്ചാലേട്ടാ. ഇന്ന് മീൻകറി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമ്മുടെ ചിക്കൻ കറി മുളക് ഇട്ടതും അച്ചു പറഞ്ഞ അച്ചിങ്ങ പയറും ഇവിടെ പൊന്നിന് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ചിക്കൻ മുളക് ഇട്ടത്. കഴിക്കുമ്പോൾ അവരെന്നെ ഓർമ്മ വരില്ല, പിള്ളേരെന്നെ. പപ്പടം നല്ല രസമുണ്ട്. ഇന്ന് മീൻകറി അടിപൊളി മീൻകറിയാണ് എല്ലാം. പക്ഷെ ഇതൊന്നും പിടുത്തം വിടാൻ തോന്നില്ല. ഭയങ്കര ടേസ്റ്റാണ് ചിക്കൻ കറി. എന്തായാലും ഉണ്ടാക്കണം, ഭയങ്കര ടേസ്റ്റ്. നല്ലൊരു ഇതിൻ്റെ റെസിപ്പി ഒരു രസമില്ല എന്ന് ആരും കമൻറ്റ് ചെയ്തു. പക്ഷേ ഇത് ഉണ്ടാക്കാൻ അറിയാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. സത്യമായിട്ടും എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റുള്ള ഫുഡ് മാത്രം തിന്നുന്ന ഒരു വ്യക്തിയാണ്. എവിടെ പോയാലും ഫുഡ് ഇവരിപ്പോൾ ഏകദേശം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യണൊക്കെ അല്ലേ? ഏത് ഫുഡും കുറെ വൃത്തിയാണെങ്കിൽ ഏകദേശം എല്ലാ ഫുഡും കഴിക്കണമൊക്കെ. പക്ഷെ ഞാൻ അതിനായിട്ട് മുഖത്തേക്ക് ചെറുക്കുകയും ചെയ്യും. ഉണ്ണിയപ്പം കുഴപ്പമില്ലെന്ന് കഴിച്ചു നോക്ക്. അതിനായിട്ട് ഉണ്ണി കുഴപ്പമില്ലെന്ന് കഴിച്ചു നോക്ക്. ഒത്തിരി പറ്റാത്ത കഴിക്കുക. കുറേ നാളായിട്ട് ഇപ്പം ഇങ്ങനെ ചിക്കൻ വെച്ചിട്ടില്ലേ, വെച്ചപ്പോൾ കുറച്ച് ചുളാം. കുറേ നാളത്തെ ആഗ്രഹമായിട്ടേക്ക് ഇതിന് ചിക്കനും കുമ്പളങ്ങയും പപ്പടം ചോറും. ഞങ്ങൾക്ക് 2-2 കിലോ ചിക്കൻ വെച്ചേക്ക് 3-4-5 പ്രാവശ്യം വെക്കാറുണ്ടാവും. ഞങ്ങൾക്ക് കുറച്ച് പ്രാവശ്യം വേണക്കല്ല. 2 പീസ് ചിക്കൻ, ഒരു വലിയ പീസ്, ഒരു മീഡിയം സൈസ്, ഒരു കുഞ്ഞി ഇത്ര വന്നൊരു പീസും. എനിക്കതൊന്നും വേണ്ട. ഇത് ഒക്കെ കഴിച്ചോ? ഇത് ഭയങ്കര ടേസ്റ്റിനോ. എനിക്ക് മീനൊക്കെ ഇഷ്ടം ചിക്കൻ കേട്ടോ. ഹലോ, ചിക്കൻ ഇഷ്ടം മീനേക്കാളും.
ചില ദിവസം മീനോടാവും കൂടുതൽ ഇഷ്ടം. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ചിക്കനോടാണ് കേട്ടോ. ചിക്കൻ അങ്ങനെ വെറൈറ്റി ഒരേപോലെ വെച്ച് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഇന്ന് ഈ സവാള മണക്കി അത് വേഗം വട്ടിപ്പ് വരും അല്ലേ. ഇത് എത്രയായാലും ഒരു മീൻകറിയുടെ ടേസ്റ്റ് ആണോ വെച്ചാൽ അതാണ്. എന്നാൽ ചിക്കൻ കറിയാണോ ചിക്കൻ കറിയാണ്. ഒറ്റ മസാലകളും ഇല്ല ഇതിൽ. മല്ലിപ്പൊടി ഇല്ല, ഗരം മസാല പൊടി ഇല്ല, ചിക്കൻ മസാല ഇല്ല, വെറും കാശ്മീരി ചില്ലി പൗഡറും മുളകും പിന്നെ സാധാ മുളകും പൊടിയും ഒന്നുണ്ട് മഞ്ഞപ്പൊടിയും പൊടികളിലുള്ളത് ഇത് മാത്രം, ഉപ്പും പൊടി. സബോള ഇല്ല, ചുവന്നുള്ളി ഇല്ല, ഒന്നുമില്ല. പച്ചമുളകുണ്ട്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചിയും. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടില്ലേലും കുഴപ്പമില്ല. ഈ തക്കാളി മാത്രം വെച്ച് ഉണ്ടാക്കണ കൈയിൻ്റെ പീസ ചിക്കൻ്റെ ആണോ? കൈൻ്റെ പീസ് ഉണ്ടാവില്ലല്ലോ. ഉണ്ണിയുടെ കൈൻ്റെ പീസ് വെച്ചാലേ എനിക്ക് ചിക്കൻ പീസിൻ്റെ കൈ ഇഷ്ടം. നിങ്ങൾക്ക് പപ്പടം കഴിച്ചിട്ട് ചിക്കൻ കറി പിടിച്ചില്ല. എനിക്കത് ഇഷ്ടം. ഇനി ബാക്കിയുള്ള ചോറിൽ ചിക്കൻ കറി ഇട്ട് തിന്നണമെന്നാണ് ആഗ്രഹം. പക്ഷെ ചിക്കൻ കറി ഞാൻ കൊടുന്നതിൽ കഴിഞ്ഞു. ചോറാ ഈ ചിക്കൻ കറി ഞാൻ പറയാം. ചപ്പാത്തി, പൊറോട്ട, ചോറ്, വെള്ളയപ്പം, ഇഡ്ഡലി, ദോശ, നെയ്ച്ചോറ്, ഇതിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു ചിക്കൻ കറി ടേസ്റ്റ് ആട്ടോ. ഭയങ്കര എളുപ്പമുള്ള റെസിപ്പിയാണ്. കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കാണാത്തവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലർ മറന്നു പോയിണ്ടാവില്ല അങ്ങനെ ചിക്കൻ. ഞാനിനെ കുറേ ആയിട്ട് വെക്കണമെങ്കിൽ അത് അതിൻ്റെ ഇത് വിട്ടിക്കായിരുന്നു അല്ലേ. അപ്പം ഇപ്പം 2 പ്രാവശ്യം ചിക്കൻ മേടിച്ച് വെച്ചപ്പോഴേക്കും ഒരു മട്ടിപ്പ് അത് വെക്കാൻ സവാളൊക്കെ വണക്കിയിട്ട് അപ്പം ഒന്ന് മാറ്റി പിടിച്ചു. മുളകും ചാറ് മീൻ കറിയുടെ നല്ല പുളി, ചില ദിവസം എത്ര ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്നോട് ഇഷ്ടമൊന്നും അങ്ങനത്തെ ദിവസം. എനിക്കൊരു ടെൻഷനുള്ള ദിവസം ആകെ ഒരു 100 ഭാഗത്തെ കഴിച്ചേനെ അത് മെഴു കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഒക്കെ സോട്ടിങ്ങനെ ആളാ അതെൻ്റെ കയ്യിൽ നിന്ന് പോയി പോട്ടെ. അല്ല കാലിനിപ്പോൾ അത് ആലോചിച്ച് ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരു കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത ആളായിരുന്നു പോയത്. അപ്പം ഞാൻ അത് ഉരുകി ഇപ്പോൾ കുറേ നേരം എന്നെ മിണ്ടാട്ടമൊന്നുമില്ലാണ്ട് ഉരുകിയിരുന്നു. ഞാൻ ഇങ്ങനെ കൂടാക്കി ഒരു കാര്യമില്ല. ലൈഫിൽ മനുഷ്യന്മാർ മരിച്ചു പോകണം. അതിനൊക്കെ മനുഷ്യന്മാരെക്കാളും ഇതല്ലല്ലോ. കാര്യമില്ല ചേട്ടാ.